പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട പകൽക്കാലം നമ്മൾക്ക് ഒരുമിച്ച് ചേർന്ന് കർത്താവിനെ സ്തുതിക്കുവാൻ കൊണ്ടു ഇങ്ങനെ ഒരു അവസരം വീണ്ടും ദൈവം ഒരുക്കി തന്നല്ലോ. അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനം നമ്മൾക്ക് കേൾക്കുവാൻ കൊണ്ടിടയായി. നമ്മൾ അത് ഒരുപാട് പ്രാവശ്യം കേട്ടിട്ടുള്ള ഒരു സങ്കീർത്തനമാണ്. 52-ാം സങ്കീർത്തനം. വീരാനീ ദുഷ്ടതയിൽ പ്രശംസിക്കുന്നത്. ദോവേഗ് വീരനല്ലായിരുന്നു എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാൻ കഴിയും. എന്നാൽ ഇതിൻ്റെ മറ്റൊരു പശ്ചാത്തലമുണ്ട്. 1 ശമൂവേലിന്റെ പുസ്തകം 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ഹന്നായുടെ പ്രാർത്ഥന നമ്മൾക്ക് കാണാം. ആ പ്രാർത്ഥന കഴിയുന്നുടനെ അടുത്തൊരു വാക്യമുണ്ട്. എന്നാൽ ഏലിയുടെ പുത്രന്മാർ ഹന്നയുടെ പ്രാർത്ഥനയ്ക്ക് ശേഷം മനോഹരമായ ഒരു പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയ്ക്ക് ശേഷം അവിടെ കൊടുത്തിരിക്കുന്ന ഒരു വാക്യമാണ്, എന്നാൽ ഏലിയുടെ പുത്രന്മാർ നീചന്മാരും യഹോവയെ ഓർക്കാത്തവരുമായി. ദോവേഗിന്റെ ഒരു നുണ കൊണ്ട് 85 പുരോഹിതന്മാരെ കൊന്നുകളഞ്ഞു. കാരണം എന്താണ്? ഏലിയുടെ പുത്രന്മാർ നീചന്മാരും യഹോവയെ അനുസരിക്കാത്തവരുമായിരുന്നു. മാത്രമല്ല, ഏലി അവരെ ശാസിച്ചില്ല. അതിൻ്റെ പരിണിത ഫലമാണ് 85 പുരോഹിതന്മാരെ ശൗൽ കൊന്നുകളഞ്ഞു. നമ്മുടെ കുഞ്ഞുങ്ങളെ നാം ശ്രദ്ധയില്ലാതെ വളർത്തിയതുകൊണ്ട്, ദൈവനാമത്തിന് കീഴ്പ്പെടുത്താതെ വളർത്തുന്നത് കൊണ്ട് ഉണ്ടാകാവുന്ന ഒരുപാട് പരിണിത ഫലങ്ങളുണ്ട്. അതിൻ്റെ തന്നെ 32-ാമത്തെ വാക്യം വായിച്ചാട്ടെ. അപ്പോൾ കുറച്ചുകൂടെ മനസ്സിലാകും. അതിന്റെ 31 നിന്റെ ഭവനത്തിൽ ഒരു വൃദ്ധനും ഉണ്ടാകാത്തവണ്ണം ഞാൻ നിന്റെ ഭുജവും നിന്റെ പിതൃഭവനത്തിന്റെ ഭുജവും തകർത്തു കളയുന്ന നാളുകൾ ഇതാ വരുന്നു. ഇസ്രായേലിന് ലഭിക്കുവാനുള്ള എല്ലാ നന്മകളുടെയും മധ്യേ നീ തിരുനിവാസത്തിൽ ഒരു പ്രതിയോഗിയെ കാണും. നിന്റെ ഭവനത്തിൽ ഒരു നാളും ഒരു വൃദ്ധൻ ഉണ്ടാവുകയില്ല. ഏലിയോട് പറയാണ്, നിന്റെ ഭവനത്തിൽ ഒരു വൃദ്ധൻ ഇനിയും ഉണ്ടാവുകയില്ല. ആ ശിക്ഷയാണ് നമ്മൾ ഇന്ന് വായിച്ച സങ്കീർത്തനത്തിൽ കാണുവാൻ തക്കോണം ഇടയായത്. എല്ലാവരും 85 പുരോഹിതന്മാരെയും കൊന്നുകളയാം. ഇതിന്റെ കാരണം എന്താണ്? ആലയത്തിലാണ് ഏലിയുടെ പുത്രന്മാർ വളർന്നത്. ആലയത്തിൽ വളർന്നത് കൊണ്ട് കാര്യമില്ല, ആത്മീകരാകണം. നാം ആലയത്തിൽ കടന്നു വന്നിട്ട് നാം ആത്മീകരായില്ലെങ്കിൽ ഒരു പ്രയോജനവുമില്ല. ആത്മീയരല്ലാത്തവരെ ദൈവവചനം വിളിക്കുന്നത് ജഡീകന്മാർ എന്നാണ്. നമ്മൾ ആത്മീയരല്ലെങ്കിൽ നമ്മളെ വിളിക്കുന്ന ഒരു പേരാണ് ജഡീകൻ. നമ്മൾ പുതിയ നിയമത്തിൽ വായിക്കുമ്പോൾ നമുക്ക് ജഡീകരെ കുറിച്ച് കാണുവാൻ കൊണ്ടും കഴിയുന്നു. ഇന്നത്തെ എൻ്റെ പ്രസംഗ വിഷയം ക്രിസ്തുവിനെ പുറത്താക്കുക എന്നുള്ളതാണ്. കേൾക്കുമ്പോൾ നമ്മൾക്ക് വലിയ ആശ്ചര്യമായി തോന്നാം. ക്രിസ്തുവിനെ പുറത്താക്കുക നമുക്കൊരിക്കലും ചിന്തിക്കുവാൻ തക്കോണം കഴിയാത്ത ഒരു വിഷയമാണ്. എന്നാൽ നാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, നാം ക്രിസ്തുവിനെ പുറത്താക്കും. എവിടെ നിന്ന്? നമ്മളിൽ നിന്ന് നാം ക്രിസ്തുവിനെ പുറത്താക്കും. കാരണം പിശാചിന് നമ്മൾ ഇടം കൊടുക്കുക വഴി, ജഡീക സ്വഭാവങ്ങൾക്ക് നാം ഇടം കൊടുക്കുക വഴി നമ്മൾ ചെയ്യുന്ന കാര്യം നാം ക്രിസ്തുവിനെ പുറത്താക്കുകയാണ്. വായിക്കാം. എഫെസലേഖനം 4-ാം അധ്യായം അതിന്റെ 27-ാം വാക്യം. പിശാചിന് ഇടം കൊടുക്കരുത്. പിശാചിന് ഇടം കൊടുത്താൽ അവൻ ചെയ്യുന്ന കാര്യം നമ്മുടെ ഉള്ളിലേക്ക് കയറി ക്രിസ്തുവിനെ പുറത്താക്കും. നമ്മളെ നശിപ്പിച്ചിട്ട് അവൻ ക്രിസ്തുവിനെ പുറത്താക്കും. ഇതാണ് പിശാചിന്റെ ആത്യന്തികമായ ലക്ഷ്യം, നമ്മളിലെ ക്രിസ്തുവിനെ പുറത്താക്കുക. നമുക്കറിയാം, ഒരു ദേവദാസൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, സാജു ജോൺ മാത്യു തോന്നുന്നു, ഒരു മനുഷ്യന്റെ ഹൃദയം ഒരു കസേര മാത്രമുള്ള ഇരിപ്പിടമാണ് എന്ന് പറയുന്നത്. നമ്മുടെ ഉള്ളിലെ ആ കസേരയിൽ ക്രിസ്തുവാണ് ഇരിക്കുന്നത്. നാം പിശാചിന് ഇടം കൊടുക്കുക വഴി നമ്മുടെ ഉള്ളിലെ ക്രിസ്തു പുറത്തു പോകുകയും പിശാച് ആ കസേരയിൽ ഇരിക്കുകയും പിന്നീടുള്ള എല്ലാ നിയന്ത്രണങ്ങളും അവനാണ് ചെയ്യുന്നത്. നാം അറിഞ്ഞും അറിയാതെയും അത് ചെയ്തു പോകുന്നു. പിശാചിന്റെ പദ്ധതി ഒരു ദിവസം പെട്ടെന്ന് നമ്മുടെ ഹൃദയങ്ങളിലേക്ക്, നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വന്നിരിക്കുകയല്ല, അവൻ ഇടവേളകൾ ഇട്ടുകൊണ്ട് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരും. നമ്മൾ ആരാധനയ്ക്ക് കടന്നു വരും. നമ്മുടെ ഉള്ളിൽ ക്രിസ്തുവുണ്ട്. നാം ആരാധിച്ചിട്ട് ഇവിടെ നിന്ന്
പുറത്തേക്ക് പോകുന്ന ആ നിമിഷം നമ്മുടെ ഉള്ളിലേക്ക് പിശാച് കടന്നു വരും. കടന്നു വന്നിട്ട് നമ്മുടെ ആരാധനയിൽ ഏതെങ്കിലും ഒരു കുറ്റമായിരിക്കാം, അല്ലെങ്കിൽ വന്നവരുടെ കുറ്റമായിരിക്കാം, അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച നമ്മൾ ഏതെങ്കിലും കണ്ട കുറ്റമായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും കാര്യം പ്രവർത്തിച്ചതായിരിക്കാം. ഇത് നമ്മുടെ മനസ്സിലിട്ടുകൊണ്ട് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് മറ്റുള്ളവരോട് സംസാരിച്ച് നമ്മുടെ ഹൃദയത്തിലേക്ക് പിശാചിനെ നാം എന്ത് ചെയ്യുന്നു? വലിച്ചകത്തോട്ടിടുക. പിശാച് കയറിയില്ലേലും എന്ത് ചെയ്യും? നമ്മൾ വലിച്ചകത്തിടും. അപ്പോൾ ഇടവേളകളിട്ടുകൊണ്ട് കയറുക. ഇടവേളകളിട്ട് കയറി 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 ഒരു സുപ്രഭാതത്തിൽ അവൻ എന്നേക്കുമായിട്ട് നമ്മുടെ ഹൃദയത്തിൽ അവന്റെ വാസമുറപ്പിക്കും. നമുക്കറിയാം ശൗൽ ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും ദുരാത്മാവ് ബാധിച്ചവനല്ലായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യുന്നു? ദുരാത്മാവ് വന്നു. അപ്പോഴാണ് ദാവീദ് കിന്നരമൊക്കെ വായിച്ച് തൽക്കാലം ഒരു ആശ്വാസം കൊടുക്കും. നമ്മൾ അറിയാതെ ഇടയ്ക്കിടയ്ക്ക് കയറി വരുന്ന ഒരാളാണ് പിശാച്. ആ പിശാചിനുള്ള അവസരം നാം ഒരുക്കി കൊടുക്കരുത്. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അവൻ കയറി വന്നിട്ട് നമ്മളെ പാപത്തിലേക്ക് തള്ളിയിടുകയാണ്. പിന്നീട് നമുക്ക് രക്ഷപ്പെടുവാൻ തക്കവണ്ണം കഴിയാതെ ആയിത്തീരുന്ന അവസ്ഥ. നമ്മളിലേക്ക് കടന്നു വന്ന് ആദ്യം അവൻ നമ്മളിലേക്ക് കടന്നു വന്ന ഒരു പാപം ഇടും. കുറച്ച് കഴിയുമ്പോൾ അല്ലെങ്കിൽ ദൈവം കേൾക്കുമ്പോൾ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എപ്പോഴെങ്കിലും ചിന്തിക്കുമ്പോൾ നമുക്ക് വലിയ ഭീതി ഉണ്ടാവും. കർത്താവേ, ഞാൻ ആ പാപം ചെയ്തു പോയല്ലോ, എന്നോട് ക്ഷമിക്കണമേ. എന്നാൽ തുടർച്ചയായി പിശാച് കയറി 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 എന്ത് ചെയ്യും? പാപം സാരമില്ല എന്ന അവസ്ഥയിലേക്ക് നമ്മളെ എത്തിക്കും. പിന്നീട് നമ്മൾ ചെയ്യുന്ന പാപങ്ങളെ, നമ്മൾ ചെയ്യുന്ന ഒരാളോട് പറയുന്ന ഒരു സംസാരത്തെ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയെ നമ്മൾ ന്യായീകരിക്കും. പാപത്തെ ന്യായീകരിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മളെ എത്തിക്കുക എന്നുള്ളത് പിശാചിന്റെ വലിയ പദ്ധതിയാണ്. നമ്മൾ ചെയ്തിട്ട് നമ്മൾ ലോകത്തിന് എന്നാലും അവനോട് രണ്ട് വർത്താനം പറയണമായിരുന്നു എന്ന് നമ്മളോട് ആരും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ചെന്ന് പറയും. അപ്പോൾ പിശാചിന്റെ വലിയ തന്ത്രങ്ങൾ നമ്മുടെ മേലുണ്ട്. മാത്രമല്ല, ഈ പാപത്തിന്റെ ഭീകരത നമ്മളിൽ നിന്ന് എടുത്തു കളയുകയാണ്. പാപം ചെയ്ത ഇന്ന് നമ്മൾക്കൊരു ക്യാൻസർ വന്നെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അലറിക്കരഞ്ഞ് നാട്ടുകാരെയും വീട്ടുകാരെയും കൂടെ ഉള്ളവരെല്ലാം എന്ത് ചെയ്യും? നമ്മൾ ഒരു സ്വസ്ഥതയും കൊടുക്കത്തില്ല. എന്നാൽ അതിനേക്കാൾ ഭയാനകമാണ് പാപത്തിന്റെ ഭീകരത. ആ പാപത്തിന്റെ ഭീകരതയെ ലഘൂകരിച്ച് ഒരു കടുകുമണിയാക്കി നമ്മളെ കാണിക്കുന്നതാണ് പിശാചിന്റെ പദ്ധതി. പാപത്തിന്റെ ധാരാളിത്തം. പാപം ഇങ്ങനെ തുടർച്ചയായി ഇവൻ കടന്നു വന്ന് നമ്മളിലേക്ക് അനേക പാപങ്ങൾ ഇട്ടിട്ട് ഏതാ നമ്മൾ ചെയ്തു പോയ പാപം എന്ന് നമ്മൾക്ക് മറന്നുപോകുന്ന അവസ്ഥയിലേക്ക് അവൻ എത്തിച്ചേർന്നിട്ട് ഈ വിശുദ്ധനെ നോക്കിയതെയും അവൻ പറയും, ഞാനും ഇവനും എല്ലാം ഒന്നാണ്, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നതിന് ഇവൻ എന്തോ ഇത്ര വിശുദ്ധൻ എന്ന് നമ്മളെ കൊണ്ട് പറയിപ്പിക്കും. നമ്മളൊരു പാപം ചെയ്തു കഴിഞ്ഞാൽ, ഇവിടെ ആരും പാപം ചെയ്യാത്തവരല്ലേ? കഴിഞ്ഞ ദിവസം ഞാൻ ഫേസ്ബുക്കിൽ കണ്ടു, അല്ലെങ്കിൽ യൂട്യൂബിൽ കണ്ടു, ഇങ്ങനെ അവിടെ അച്ഛന്മാർ വഴക്കുണ്ടാക്കുന്നു, അല്ലെ പാസ്റ്റർമാർ വഴക്കുണ്ടാക്കുന്നു, അവിടെ വിശ്വാസികൾ കിടന്ന് എന്ത് ചെയ്യുന്നു? അടിയുണ്ടാക്കുന്നു. അവരെക്കാൾ മെച്ചമാണ് ഞാൻ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുവാൻ ആർക്ക് കഴിയും? പിശാചിന് കഴിയും. മാത്രമല്ല, എൻ്റെ ഭവനമാണ്, ഞാനാണ് ഏറ്റവും നല്ലത് എന്നുള്ള ഒരു ധാരണ ഈ പാപത്തിന്റെ അന്ധകാരത്തിൽ നാം നിൽക്കുമ്പോഴും നമ്മളെ കൊണ്ട് അങ്ങനെ പറയിക്കുവാനും അങ്ങനെ ചിന്തിക്കുവാനും നമ്മളെ ഇടയാക്കുന്നത് പിശാചിന്റെ വലിയ പ്രവൃത്തിയാണ്. നമ്മൾ ഒരുപാട് പാപം നമ്മൾ ഉദ്ദേശിക്കുന്നത് മനുഷ്യനെ, ആത്മീയരായിട്ടുള്ളവരെ പാപത്തിലേക്ക് പിശാച് കൊണ്ടുപോയിട്ടിട്ടിട്ട് ചെയ്യും, പിന്നീട് ന്യായീകരിക്കും. ഞങ്ങളുടെ സഭയിലുള്ളവർ ഇന്നതുപോലെ ചെയ്തു, അല്ലെങ്കിൽ ഞങ്ങളുടെ ഇന്നതുപോലെ പറഞ്ഞു, അവർ വലിയ ആത്മീയരാണ്, അവർ ചെന്ന ഉടനെ അന്യഭാഷ പറയുന്നവരാണ്, പക്ഷെ അവരതൊക്കെ ചെയ്തില്ലേ എന്ന് പറഞ്ഞ് ന്യായീകരിക്കുന്ന തലത്തിലേക്ക് നമ്മളെ എത്തിച്ചേർക്കും. ഞാനാണ് ഏറ്റവും നല്ലത് എന്നുള്ള ഒരു തോന്നൽ നമുക്കുണ്ടാകും. ഞാനാണ് നല്ലത് എന്നുള്ള തോന്നൽ ഉണ്ടാകുന്നവർക്ക് ഉള്ളതല്ല യേശുക്രിസ്തു. ഞാൻ നല്ലതാണെന്ന് പറയുന്നവർക്കുള്ളതല്ല യേശുക്രിസ്തു. സ്വയം നീതീകരിക്കുകയും സ്വയം ന്യായീകരിക്കുകയും ചെയ്യുന്നവർക്കുള്ളതല്ല യേശുക്രിസ്തു എന്ന് നാം മനസ്സിലാക്കണം. കാരണം പാപത്തിന്റെ ഈ പ്രവർത്തനങ്ങൾ കർത്താവിന്റെ വരവ് വരെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ പ്രതിസന്ധി ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അവൻ നമ്മളെ കുടുക്കും. അപ്പോൾ അതിൽ നിന്നും എന്ത് ചെയ്യണം? നാം രക്ഷപ്പെടണം. ഇങ്ങനെ എല്ലാത്തിനും കാരണം പിശാച് നമ്മുടെ ജഡത്തെ നിയന്ത്രിക്കുന്നത് കൊണ്ടാണ്. ജഡത്തിന്റെ നിയന്ത്രണം. എന്താണ് ജഡം എന്ന് പറഞ്ഞാൽ, പുതിയ നിയമത്തിലാണ് ജഡത്തെക്കുറിച്ച് നമുക്ക് കൂടുതലായി മനസ്സിലായി. ജഡത്തെക്കുറിച്ച് പല വാക്യങ്ങളിലും പല അർത്ഥം ഉണ്ട്. ആ കോൺസെപ്റ്റിനെ അനുസരിച്ച് ഇരിക്കും, ആ അധ്യായത്തെ അനുസരിച്ചായിരിക്കും ജഡത്തിന്റെ. എന്നാൽ പൊതുവെയുള്ള ജഡം എന്ന് പറയുന്നത് വീണുപോയ
മനുഷ്യന്റെ മലിനമായ ദേഹിയെക്കുറിച്ചാണ് ജഡം എന്ന് പറയുന്നത്. വീണുപോയ മനുഷ്യൻ, ആദാം മുതൽ പാപം ചെയ്തു പോയ മനുഷ്യന്റെ ആ ദേഹിയാണ്. ദേഹി എന്താണ്? ദേഹം, ദേഹി, ആത്മാവുണ്ട്. ദേഹം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരമാണ്. ദേഹി എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്തകളാണ്, നമ്മുടെ മനസ്സാണ്, നമ്മുടെ വികാരങ്ങളെയൊക്കെ നമ്മൾ പറയുന്ന പേരാണ് ഈ ദേഹി എന്ന് പറയും. ദേഹി ആത്മാവല്ല, ചിലർ അങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കാറുണ്ട്. ദേഹി എന്ന് പറയുന്നതാണ് ജഡം. അപ്പോൾ നമ്മുടെ മനസ്സ് ജഡത്തിന്റെ ഭാഗമാണ്. ആ മനസ്സിലുണ്ടാകുന്ന വികാര വിക്ഷോഭങ്ങളും അതിനെ തുടർന്നുണ്ടാകുന്ന പ്രവൃത്തികളും എല്ലാത്തിനെയും നമ്മൾ പറയുന്ന പേരാണ് ജഡം. ഈ ജഡം പിശാചിന്റെ വലിയ മേച്ചിൽപ്പുറമാണ്. പിശാച് വന്ന് വലിയ ആനന്ദം അവൻ കണ്ടെത്തുന്നത് നമ്മുടെ ജഡത്തിന്റെ മേലാണ്. നമ്മുടെ മനസ്സിലേക്ക് അവൻ ചെറിയ ചിന്തകൾ ഇട്ടുകൊണ്ട് നമ്മുടെ മനസ്സിനെ തെറ്റിച്ചു കളയുക, നമ്മുടെ മനസ്സിനെ പാപത്തിലേക്ക് കടത്തിവിടുക എന്നുള്ളതാണ് പിശാചിന്റെ ഏറ്റവും വലിയ തന്ത്രം. മനസ്സിലേക്ക് പിശാച് കടന്നു വരിക വഴി, അവന്റെ ചിന്തകളെ അവൻ കടത്തിവിടുക വഴി നാം ജഡമായി മാറി. അതുവരെ ആത്മസ്വഭാവമുള്ളവരായിരുന്നു. രക്ഷിക്കപ്പെട്ട നാം ഓരോരുത്തരും ആത്മസ്വഭാവമുള്ളവരായിരുന്നു എങ്കിൽ പിശാച് നമ്മുടെ ചിന്തകളിലേക്ക് കടന്നു വന്നു, നമ്മുടെ വികാരങ്ങളിലേക്ക് കടന്നു വന്നു, നമ്മുടെ വിചാരങ്ങളിലേക്ക് കടന്നു വരിക വഴി നാം എന്തായിത്തീർന്നു? ജഡ സ്വഭാവമുള്ളവരായി തീർന്നു. അങ്ങനെ ജഡത്തിന് ഒരുപാട് മോഹങ്ങളുണ്ട്, ജഡത്തിനൊരുപാട് പ്രലോഭനങ്ങളുണ്ട്. ആ പ്രലോഭനങ്ങൾ മുഖാന്തരം ദൈവഹിതമല്ലാത്ത ചില കാര്യങ്ങളിലേക്ക് പോകുന്നു, ദൈവഹിതമല്ലാത്ത ചില നോട്ടങ്ങളിലേക്ക് പോകുന്നു, ദൈവഹിതമല്ലാത്ത ചില ചിന്തകളിലേക്ക് പോകുന്നു. ഇതൊക്കെ ജഡത്തിന്റെ പ്രവൃത്തിയാണ്, ജഡത്തിന്റെ പ്രലോഭനങ്ങളാണ്. ജഡത്തിനൊരുപാട് ആശകളുണ്ട്, ജഡത്തിനൊരുപാട് ആശങ്കകളുണ്ട്. ജഡത്തിന്റെ മറ്റൊരു പ്രത്യേകത, നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു കാര്യം, ഈ ദൈവവും പിശാചും കൂടെ തമ്മിൽ ഭയങ്കര ഫൈറ്റാണ്. അങ്ങനെയല്ല നമ്മൾ കേട്ടിട്ടുണ്ട്. ദൈവം, നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വിഷയത്തിന്റെ മേൽ ദൈവമേ നീ ഇറങ്ങി വന്ന് പിശാചിനെ അടിച്ച് തകർക്കണമെന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കും. പക്ഷെ അങ്ങനെ ഒരു സംഭവം നടക്കുന്നില്ല. പിശാചിന് ദൈവത്തിനോട് ജയിക്കുവാൻ കഴിയും? ഒരിക്കലും സാധ്യമല്ല. ദൈവത്തോട് എപ്പോഴും യുദ്ധം ചെയ്യുന്നത് നമ്മുടെ ജഡമാണ്. നമ്മുടെ ജഡമാണ് ദൈവവുമായിട്ട് എന്നും ഫൈറ്റ് ഉണ്ടാക്കുന്നത്. നമ്മൾ അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. നമ്മുടെ ജഡ സ്വഭാവങ്ങളാണ് ദൈവം. ഞാൻ പിന്നീട് വാക്യം വായിച്ച് കേൾപ്പിക്കാം, അപ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവും. നമ്മുടെ ജഡ സ്വഭാവം ദൈവവുമായിട്ട് എപ്പോഴും ഭയങ്കര യുദ്ധമാണ്. അതിൽ ദൈവത്തിന് ജയമുണ്ടായെങ്കിൽ മാത്രമേ നമ്മുടെ ജഡ സ്വഭാവം, നമ്മുടെ ജഡം നശിക്കുകയുള്ളൂ. ഒരു വാക്യം വായിക്കാം. റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. റോമാലേഖനം 8, അപ്പോൾ കുറച്ചുകൂടെ നമുക്ക് വ്യക്തമാകും. റോമാലേഖനം 8-ാം അധ്യായം 5 മുതൽ 8. നോക്കുക, ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളത്, നമ്മളിൽ ജഡമാണ് നമ്മളെങ്കിൽ ജഡത്തിനുള്ളത് ചിന്തിക്കുന്നു. 6-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ആ ജഡത്തിന്റെ ചിന്ത എന്താണ്? മരണമാണ്. ഈ ലോകത്തിലെ മരണം അല്ല, ആത്മീകരായ നമ്മുടെ മരണമാണ് ജഡത്തിന്റെ ചിന്ത. അതിന്റെ അടുത്ത വാക്യം 7-ാം വാക്യത്തിൽ വായിക്കുന്നു, ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു. അപ്പോൾ ദൈവത്തോട് ശത്രു ആരാണ്? നമ്മുടെ ജഡമാണ്. നമ്മുടെ ജഡം എന്ന് പറയുമ്പോൾ നമ്മളാണ് ദൈവത്തോട് എന്ത് ചെയ്യുന്നത്? ശത്രുക്കളായി നിൽക്കുന്നത്. നമ്മുടെ ഉള്ളിൽ കയറിയിരിക്കുന്ന പിശാച് അവന് ഡയറക്റ്റ് ദൈവത്തോട് അവന് ഫൈറ്റ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വന്നിട്ട് നമ്മുടെ ജഡ സ്വഭാവത്തെ അവൻ നിയന്ത്രിക്കുക വഴി ദൈവത്തിന് ശത്രുക്കളായി നാം മാറുകയാണ്. നാം വളരെയധികം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ വിചാരം, ഞാനിപ്പോൾ പറഞ്ഞതുപോലെ പിശാചും ദൈവം കൂടെ അവിടെ കിടന്ന് ഭയങ്കര ഫൈറ്റാണെന്ന് അങ്ങനെ ചിന്തിക്കരുത്. നമ്മുടെ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളിൽ പിശാചു അടക്കി വെച്ചിരിക്കുന്ന ചില വിഷയങ്ങളിൽ ദൈവം വിടുവിക്കും എന്ന് പറഞ്ഞാൽ എന്നതിനേക്കാൾ ഉപരി നാം ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ജഡമാണ് ദൈവത്തോട് എപ്പോഴും ഫൈറ്റ് ചെയ്യുന്നത്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മൾ തന്നെയാണ്. ജഡസ്വഭാവമുള്ള ഓരോ മനുഷ്യനും ദൈവത്തോട് എന്ത് ചെയ്യുന്നു? എപ്പോഴും. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വം ആകുന്നു. ഈ ജഡസ്വഭാവം ആദാമിൽ നിന്ന് നമുക്ക് ലഭ്യമായതാണ്.
ആദാം പാപം ചെയ്യുക വഴി ആദാമ്യ സന്തതികളായ എല്ലാ മനുഷ്യരും പാപികളായി തീർന്നു, അല്ലെങ്കിൽ ജഡ സ്വഭാവമുള്ളവരായി തീർന്നു. ജഡ സ്വഭാവമുള്ളവർക്ക് പള്ളി വരാം, ജഡസ്വഭാവമുള്ളവർക്ക് പ്രാർത്ഥിക്കാം, ജഡസ്വഭാവമുള്ളവർക്ക് കൈയടിക്കാം, ജഡസ്വഭാവമുള്ളവർക്ക് പ്രസംഗിക്കാം, ജഡസ്വഭാവമുള്ളവർക്ക് ആത്മീയ മീറ്റിങ്ങുകളിൽ പങ്കെടുക്കാം, എല്ലാം ചെയ്യാം. ഇതിന് നമ്മൾ പറയുന്ന പേരാണ് പള്ളിപ്രകൃതി അല്ലെങ്കിൽ പള്ളിപ്രകൃതം. പള്ളി നമ്മൾ വരുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ ദൈവം അവസാനം എന്ത് പറയും? ഞാനോ നിങ്ങളെ അറിയുന്നില്ല. നമ്മളെപ്പോലെ പാട്ടുപാടുകയും പ്രാർത്ഥിച്ചവരൊന്നുമല്ല കർത്താവിൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞത്. നിന്റെ നാമത്തിൽ എന്ത് ചെയ്തിരിക്കുന്നു? അത്ഭുതങ്ങളെ ചെയ്തു, ഭൂതങ്ങളെ പുറത്താക്കി. ഇവരൊക്കെയാണ് യേശുക്രിസ്തുവിന്റെ കർത്താവെ അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ ഇതൊക്കെ ചെയ്തു. കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. ജഡസ്വഭാവത്തിലിരിക്കുമ്പോഴും പലതും നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരിക്കൽ കർത്താവ് പറയും, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. ജഡസ്വഭാവം നമ്മളിൽ ഉണ്ടെങ്കിൽ നാം ചെയ്യുന്നതെല്ലാം ആദാമിന്റെ പ്രകൃതമാണ്. വായിക്കാം ഗലാത്യ ലേഖനം 5-ാം അധ്യായം 19-ാം വാക്യം. നമുക്കറിയാവുന്ന ഒരു വാക്യം, അറിയാവുന്ന ഇതാണ്. 5:19 മുതൽ നോക്കുക. ജഡത്തിന്റെ പ്രവർത്തികൾ എന്തൊക്കെയാണ്? ദുർനടപ്പ് നമുക്കില്ല, അശുദ്ധി നമുക്കില്ല, ദുഷ്കാമം നമുക്കില്ല, വിഗ്രഹാരാധന നമ്മളിലില്ല, ആഭിചാരം നമ്മളിലില്ല, പക ഇല്ല, പിണക്കം ഒട്ടുമേ ഇല്ല, ജാരശങ്ക ഇല്ല, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് മുതലായവ എന്ന് വെളിവാകുന്നു. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. ഇതിലേതെങ്കിലും ഒന്ന് വന്നാൽ എന്ത് ചെയ്യും? ഈ ദൈവവചനത്തിൻ്റെ ഒരു പ്രത്യേകത, നമ്മളെല്ലാം റെഡിയാക്കിയിട്ട് ഒരെണ്ണത്തിൽ തെറ്റിപ്പോയാൽ ന്യായപ്രമാണത്തിൻ്റെ ഒരു പ്രത്യേകത, ഒരെണ്ണത്തിൽ തെറ്റിയാൽ എന്ത് ചെയ്യും? തീർന്നു. നമ്മൾ ഈ പറയുന്ന എന്താണെങ്കിലും അറ്റ്ലീസ്റ്റ് അസൂയയും ഭിന്നതയും ദ്വന്ദ്വപക്ഷമൊക്കെ എന്ത് ചെയ്യും? ഏറ്റവും കുറഞ്ഞ അളവിലെങ്കിലും നമ്മുടെ ഉള്ളിലേക്ക്. ജഡം സ്വഭാവമാണ്, ജഡത്തിൻ്റെ പ്രവർത്തികളോ എന്നാണ്. അപ്പോൾ ജഡത്തിൻ്റെ പ്രവർത്തികളെ നാം എന്ത് ചെയ്യണം? മരിപ്പിക്കണം. അതിന് എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ ജഡത്തിൻ്റെ പ്രവർത്തികൾക്ക് ഞാൻ നല്ലതാണ്, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ട് നല്ലതാകാം എന്ന ഒരു തോന്നലുണ്ട്. ഉദാഹരണം, നമുക്കറിയാം ഈ കൊറോണയൊക്കെ വന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? ഒരുപാട് നന്മ മരങ്ങളൊക്കെ ഒരുപാടുണ്ടായി, അല്ലേ? നന്മ മരങ്ങളുടെ ഒരു കുത്തൊഴുക്ക് ഉണ്ടായി. അത് കഴിഞ്ഞ് അതിനു മുമ്പാന്ന് തോന്നല്ലേ പ്രളയം വന്നു. നമ്മൾ വിചാരിച്ചു ആ കാലത്തൊക്കെ വാർത്തകളൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഇനിയും കേരളത്തിൽ ഒരു മനുഷ്യനും പരസ്പരം പിണങ്ങത്തില്ലെന്നും ഒരു മനുഷ്യനും പരസ്പരം വഴക്കുണ്ടാക്കത്തില്ലെന്നും മതത്തിന്റെ പേരിലോ ജാതിയുടെ പേരിലോ ആരും പ്രശ്നം ഉണ്ടാക്കത്തില്ലെന്നൊക്കെ നമ്മൾ അന്ന് ചിന്തിച്ചു. ഇനിയൊരു നന്മയുള്ള കേരളം വരുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചു. പക്ഷേ ആ കൊറോണ കഴിഞ്ഞു, ആ വെള്ളപ്പൊക്കം കഴിഞ്ഞ അവസ്ഥയാണോ ഇന്ന്? അതിൻ്റെ 10 ഇരട്ടി പ്രതിസന്ധി പ്രശ്നങ്ങളുമായിട്ടാണ് മനുഷ്യന്റെ മനസ്സ് മാറിക്കളഞ്ഞു. അതായത് പ്രവർത്തികൾ കൊണ്ട് നല്ലവരാകാം, പ്രവർത്തിച്ച് നല്ലവരാകാം എന്ന് മനുഷ്യൻ ചിന്തിക്കുകയാണ്. ജഡത്തിന്റെ വലിയൊരു പ്രശ്നമാണ്. പിശാചുള്ളിൽ കയറിഞ്ഞിട്ട് പറയും, നീ അത് ചെയ്താൽ നിന്നെ മറ്റുള്ളവരെന്ത് ചെയ്യും? നീ നല്ലതാണെന്ന് പറയും. അപ്പോൾ നമ്മൾക്ക് തോന്നും ശരിയാണ്, മറ്റുള്ളവർ കാണുക നമ്മൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ നല്ലവരാണ് എന്ന്. അങ്ങനെ നമ്മൾ ഇങ്ങനെ ഒരു ചെറിയ നന്മ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? അതിൻ്റെ അകത്ത് അഹങ്കരിക്കുന്ന ആളുകൾ, അതിൻ്റെ അകത്ത് അഭിമാനം കൊള്ളുന്ന ആളുകളും. അങ്ങനെയുള്ള ആളുകളുടെ എണ്ണം വർദ്ധിച്ചു. പ്രവർത്തിച്ച് നല്ലതാകാം എന്ന ഒരു തോന്നൽ മനുഷ്യനുണ്ടായി. എന്നാൽ ദൈവവചനം പറയുന്നു, പ്രവർത്തിച്ച് നന്നാകുവാൻ തക്കവണ്ണം നമുക്ക് കഴിയുകയില്ല. എന്നാൽ പ്രവർത്തികൾ വേണം താനും. കാരണം നമ്മുടെ പ്രവർത്തികൾ കണ്ട് വേണം മറ്റുള്ളവർ ദൈവത്തെ സ്തുതിക്കുവാൻ. പക്ഷേ നമ്മൾ ഈ പ്രവർത്തിക്കുമ്പോൾ, ഞാൻ മുൻപ് ഓർപ്പിച്ചിട്ടുണ്ട്, പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലെ ആ മനോഭാവമാണ് ദൈവം നോക്കുന്നത്. നമ്മൾ എത്ര ചെയ്തെന്നോ അതിൻ്റെ അളവ്
ദൈവം നോക്കുന്നേയില്ല. നമ്മുടെ മനോഭാവമാണ് ദൈവം നോക്കുന്നത്. അപ്പോൾ ആളുകൾ നമ്മുടെ ഹൃദയം നോക്കുന്നില്ല, ആളുകൾ നമ്മുടെ പ്രവൃത്തിയാണ് നോക്കുന്നത്. എന്നാൽ ദൈവം പ്രവൃത്തിയല്ല നോക്കുന്നത്, ദൈവം നമ്മുടെ ഹൃദയമാണ് നോക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താലും, ഏത് നന്മ പ്രവർത്തികൾ ചെയ്താലും മനോഭാവം നല്ലതായിരിക്കണം. പിന്നീട് അങ്ങനെ പ്രവർത്തിച്ച് നന്നാകാം എന്ന ഒരു തോന്നൽ പിശാച് നമ്മളെ കൊണ്ടിടും. പ്രവർത്തിച്ച് നന്നാകാം. അങ്ങനെയല്ലേ നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നത്, ചെയ്ത് നന്നാകുക എന്ന് ഒരു പ്രവണത. എന്നാൽ ആത്മീയ തലത്തിൽ അതൊരിക്കലും സാധ്യമാകുകയില്ല. നമ്മൾ എന്ത് ചെയ്യും? വർഷാവസാന മീറ്റിങ്ങിലൊക്കെ പുതിയ തീരുമാനങ്ങളൊക്കെ എടുക്കും, ഇല്ലേ? ഇപ്പം മാർച്ചിലാണ് നമുക്കൊരു പ്രശ്നമുണ്ടായി. നമുക്ക് പിറ്റേ ദിവസം ദൈവമേ എന്നോട് ക്ഷമിക്കണമേ, ഞാൻ ഇനി അത് ആവർത്തിക്കത്തില്ല എന്ന് പറഞ്ഞ് നമുക്ക് റെഡിയാകാമെങ്കിലും നമ്മൾ എപ്പോൾ വെക്കും? വർഷാവസാനത്തേക്ക് ഇത് നമ്മൾ ഇത് നീട്ടി വെക്കുക. അന്ന് മുതലൊരു പുതിയ തീരുമാനമെടുത്ത് നന്നാകാം എന്ന് നമ്മളൊരു തീരുമാനം. അങ്ങനല്ലേ? പലരും അങ്ങനെ നവംബറിലും സെപ്റ്റംബറിലും ഒക്ടോബറിലും ഒക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നമ്മൾ ലാസ്റ്റ് വെച്ചേക്കുക. അടുത്ത വർഷം മുതൽ എന്ത് ചെയ്യാം? നമ്മൾ നന്നാകാം. കൂടി വന്നാൽ ഒരാഴ്ചയെ നമ്മുടെ ആ ഒരു തീരുമാനം നമുക്ക് കൊണ്ടുപോകാനായിട്ട് കഴിയും. പരിശോധിച്ചാൽ മതി നിങ്ങൾ, അല്ലെങ്കിൽ ഈ വർഷം അവസാനം അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം എടുത്ത ഒരു തീരുമാനം നിങ്ങളൊന്ന് പരിശോധിച്ചാൽ മതി. അപ്പോൾ പാളീസായി പോയ പല തീരുമാനങ്ങളും എടുക്കുന്നതിൽ നല്ലൊരു ശതമാനം. അപ്പൊ നമ്മൾ ചിന്തിക്കും, ഞാൻ എടുത്ത ഈ തീരുമാനം ശരിയായിരുന്നു എന്ന് നമ്മൾക്ക് തോന്നും. വീണ്ടും പരിശോധിക്കും, വീണ്ടും ചെയ്യും, ദൈവത്തോട് പ്രാർത്ഥിക്കും, കർത്താവേ ഞാൻ എടുത്ത തീരുമാനം ശരിയാണോ, അല്ലെങ്കിൽ അടുത്ത വർഷം ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തേക്കാമെന്ന് നമ്മൾ ചിന്തിക്കും. അപ്പോൾ ഇതിന് നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ നടപ്പിലാക്കുവാൻ തക്കവണ്ണം ഈ ജഡസ്വഭാവമുള്ള മനുഷ്യന് സാധിക്കുകയില്ല. അല്ലെങ്കിൽ നമ്മളെടുത്ത തീരുമാനത്തിൽ നമ്മൾ 1-2 ദിവസം അല്ലെങ്കിൽ 1-2 മാസം ഇങ്ങനെ അത് കറക്റ്റായിട്ട് നമ്മൾ കൊണ്ടുപോവുക. എടുത്ത തീരുമാനം പ്രാവർത്തികമാക്കാൻ നമ്മളിങ്ങനെ കൊണ്ടുപോവുക. പക്ഷേ ജഡം ഏതെങ്കിലും ഒരു നിമിഷം, അല്ലെങ്കിൽ പിശാച് നമ്മുടെ ജഡത്തെ കീഴ്പ്പെടുത്തുന്ന ഏതെങ്കിലും ഒരു നിമിഷത്തിൽ നമ്മുടെ ആ തീരുമാനം അവൻ തകിടം മറിച്ച് ആ തീരുമാനത്തെ അവൻ അപ്രസക്തമാക്കി ആ തീരുമാനത്തെ അവൻ തകർത്ത് കളയുവാൻ തക്കവണ്ണമില്ലേ. ജഡത്തിന്റെ ശക്തിയാൽ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ തക്കവണ്ണം കഴിയില്ല. നമ്മുടെ ജഡ സ്വഭാവം കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ തക്കവണ്ണം കഴിയില്ല. ഒരു വാക്കോട് വായിക്കാം. റോമാലേഖനം തന്നെ 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 18 മുതൽ ഉള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. 7-ാം അധ്യായം. എന്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല എന്ന് ഞാൻ അറിയുന്നു. നന്മ ചെയ്യുവാനുള്ള താല്പര്യം എനിക്കുണ്ട്, പ്രവർത്തിക്കുന്നതോ ഇല്ല. നോക്കുക, എന്നിൽ എന്ന് വെച്ചാൽ പൗലോസ് പറയാണ്, എന്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല എന്ന് ഞാൻ അറിയുന്നു. നന്മ ചെയ്യുവാനുള്ള താല്പര്യം എനിക്കുണ്ട്, പ്രവർത്തിക്കുന്നതോ ഇല്ല. ഈ വാക്യം വായിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് പൗലോസ് പറയുന്നതാണെങ്കിലും ഇത് പൗലോസിന്റെ കാര്യമല്ല പറയുന്നത്, ജഡത്തിന്റെ കാര്യമാണ്. അങ്ങനെയുള്ള ചില ആളുകൾ അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടോ? പൗലോസ് പറഞ്ഞു, എന്നിൽ വസിക്കുന്നത് ജഡമാണ്, നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെയല്ല, പൗലോസ് ജഡത്തെക്കുറിച്ചുള്ള ഒരു കാര്യമാണ് പറയുന്നത്. നോക്കുക, ഞാൻ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന നന്മ ചെയ്യുന്നില്ലല്ലോ, ഇച്ഛിക്കാത്ത തിന്മയത്രേ പ്രവർത്തിക്കുന്നത്. ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നു, എങ്കിലോ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമത്രേ. അടുത്ത വാക്യം എടുത്ത് വായിച്ചാൽ, അങ്ങനെ നന്മ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന ഞാൻ തിന്മ എന്റെ പക്കലുണ്ട് എന്നൊരു പ്രമാണം കാണുന്നു. ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ രസിക്കുന്നു. മതി. നോക്കുക, ഇവിടെ പറയുന്നത് എന്നിൽ എന്ന് വെച്ചാൽ എൻ്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല. ജഡ സ്വഭാവത്തിൽ ഒരിക്കലും നന്മ വസിക്കുന്നില്ല. നന്മ ഉണ്ട് എന്ന് നമുക്ക് തോന്നുന്നെന്ന് മാത്രമേ ഉള്ളൂ. അത് പിശാച് നമ്മളോട് പറയുന്നതാണ്, നീ ചെയ്യുന്നതൊക്കെ നന്മയാണ് കേട്ടോ. ഈ ജഡം കയറി ഇരുന്നിട്ട് പിശാച് കയറി ഇരുന്നിട്ട് പറയും, എന്തേലും നമ്മളൊരു നന്മ ചെയ്താൽ മോനെ കൊള്ളാം, വെൽ ഡൺ എന്നൊക്കെ നമ്മളോട് പറയും, നമ്മുടെ ഉള്ളിൽ പറയും. നന്മ ചെയ്യുവാൻ തക്കവണ്ണം അതിൻ്റെ ഉദ്ദേശം എന്താണ്? നമ്മുടെ പേരോ പ്രശസ്തിയോ, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഏതെങ്കിലും നന്മ ചെയ്യുന്ന ഈ വിശ്വാസികളെല്ലാം പറഞ്ഞു പഠിപ്പിച്ചേക്കുന്ന നമ്മൾ ചെയ്യുന്നതിനെന്ത് ചെയ്യും? നേരെ നമുക്ക് ഇഷ്ടം പോലെ തിരിച്ചു കിട്ടും. നിന്റെ അപ്പം വെള്ളത്തിന്മേൽ ഏറിയ നാളെ കഴിഞ്ഞ് തിരികെ വരും. അതായത് തിരിച്ചു കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ കൊടുത്തുകൊണ്ട്. എന്നാൽ തിരിച്ചു കിട്ടിയാലും കിട്ടിയില്ലേലും, അതുകൊണ്ടാണ് ശദ്രക്ക് മേശക്ക് അബേദ്നെഗോവ് ഇത് മരിച്ചാലും ജീവിച്ചാലും
ഞങ്ങൾ ദൈവത്തെ തള്ളിപ്പറയിൽ. ഇതായിരിക്കണം നമ്മുടെ തീരുമാനം. അപ്പോൾ നോക്കുക, ഞാൻ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന നന്മ ചെയ്യുന്നില്ലല്ലോ, ഇച്ഛിക്കാത്ത തിന്മയത്രേ പ്രവർത്തിക്കുന്നത്. ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നു എങ്കിലോ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമത്രേ എന്നാണ് പറയുന്നത്. ഇതാണ് നോക്കുക, നമ്മുടെ ജഡത്തിൽ നാം തന്നെ ശരിയാകും എന്ന ഒരു തോന്നലാണ് നമുക്ക് ഈ വാക്യത്തിൽ തക്കോണം കാണുവാൻ തക്കോണം കഴിയുന്നത്. ജഡത്തിനൊരിക്കലും നന്നാകുവാൻ തക്കോണം കഴിയില്ല. എത്ര നാൾ ശ്രമിച്ചാലും നമ്മുടെ ജഡം നന്നാകുകയില്ല. ജഡത്തിൽ നിന്നൊരു മോചനം നമുക്ക് ലഭിക്കുന്നത് കർത്താവിൻ്റെ വരവിങ്കൽ മാത്രമേ ഉള്ളൂ. അതുവരെ എന്ത് ചെയ്യണം? നമ്മൾ ജഡവുമായി ഫൈറ്റ് ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. അല്ലെങ്കിൽ ജഡം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം നാം ഇടയാകാതെ നോക്കേണ്ടത് വളരെ ആവശ്യമാണ്. ജഡത്തിന് പാപത്തെ ജയിക്കുവാൻ തക്കവണ്ണം കഴിയുകയില്ല. നമ്മുടെ ജഡത്തിൻ്റെ ആഗ്രഹമനുസരിച്ചുള്ള ദൈവത്തെയാണ് നാം നമ്മുടെ ഉള്ളിൽ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഉള്ളിൽ ജഡം വന്നു കഴിഞ്ഞാൽ ഉള്ള പ്രശ്നം എന്താണെന്നറിയോ? ഈ ജഡം നമ്മുടെ ഉള്ളിൽ, ദൈവാത്മാവ് നമ്മുടെ ഉള്ളിൽ നിന്നും മാറിക്കഴിഞ്ഞാൽ ജഡസ്വഭാവമാണ്. ഈ ജഡസ്വഭാവം വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വിളിക്കുന്ന ദൈവത്തിന് വ്യത്യാസമുണ്ട്. ഇതുവരെ നമ്മൾ വിളിച്ച ദൈവം അല്ല ജഡം നമ്മുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വിളിക്കുന്നത്. നമ്മുടെ ആഗ്രഹങ്ങളുള്ള ദൈവം, നമ്മളെപ്പോലെ ചിന്തിക്കുന്ന ദൈവം, നമുക്ക് പിണക്കുള്ളവനോട് പിണങ്ങുന്ന ദൈവം, നമുക്ക് രണ്ട് വർത്തമാനം പറയുവാൻ അല്ലെങ്കിൽ ദേഷ്യപ്പെടുവാൻ നമുക്ക് അവസരം ഒരുക്കി തരുന്ന ദൈവം. ഇതൊക്കെയാണ് ജഡം നമ്മുടെ ഉള്ളിൽ. ഇപ്പം നമുക്കൊരാളോട് ദേഷ്യമുണ്ട്, പറയാനൊരു അവസരം കിട്ടി, നമ്മൾ പറയുന്നു ഉണ്ടോ? നമ്മൾ എന്നിട്ട് പറയുന്നു, എനിക്ക് അവരോട് പറയുവാൻ തക്കവണ്ണം ദൈവം എനിക്ക് അവസരം തന്നു ബ്രദറെ എന്ന് പറയും. എന്നാൽ ദൈവത്തിന് എന്താ പറയുന്നത്? അവനോട് പറയാൻ അവസരം ഉണ്ടെങ്കിലും അത് നീ ഉപയോഗിക്കരുത്. അവനെ സ്നേഹിക്കുവാൻ അല്ലെങ്കിൽ അവൻ പറഞ്ഞതിനോട് ക്ഷമിക്കുവാനാണ് ആത്മാവ് നമ്മളോട് പറയുന്നത്. ജഡം പറയുന്നത് നീ അവനോട് പറഞ്ഞു, ഇനിയും അവസരം കിട്ടിയാൽ ഒന്നുകൂടെ പറഞ്ഞു, ഇതൊക്കെ ദൈവം തരുന്ന അവസരമാണ് എന്ന് പറഞ്ഞ് എന്ത് ചെയ്യും? ജഡം നമ്മളെ തെറ്റിദ്ധരിപ്പിക്കും. അതായത് നമ്മൾ വിളിക്കുന്ന ദൈവം ജഡമുള്ളിൽ കയറി കഴിഞ്ഞാൽ മറ്റൊന്നായി. അത് നാം വളരെ ശ്രദ്ധിക്കണം. നമ്മൾ വിളിക്കുന്ന ദൈവം ഏതാണ്? ജഡം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മൾ വിളിക്കുന്ന ദൈവം, നാം ചിന്തിക്കുന്ന ദൈവം, നമ്മളോട് പിണക്കുള്ളവരെ പിണങ്ങുന്ന ദൈവം, നമ്മൾ ആരെങ്കിലും ആക്രമിക്കുവാൻ ശ്രമിച്ചാൽ അവരെ ദൈവം ആക്രമിക്കുന്ന ദൈവം, ഇതൊക്കെയാണ് നമ്മുടെ ദൈവമെങ്കിൽ ആ ദൈവം യഥാർത്ഥ ദൈവമല്ല, നമ്മുടെ ജഡത്തിൻ്റെ ദൈവമാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെ എന്ത് ചെയ്യണം? നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ നാം അതിന് എന്ത് ചെയ്യണം? ഈ ഗലാത്യലേഖനം 5:24 പറയുന്നു, പാപത്തിൻ്റെ രാഗമോഹങ്ങളെ കുഴിച്ചു മൂടണം എന്നാണ് പറയുന്നത്. നോക്കുക, ജഡത്തെ എന്ത് ചെയ്യണം? ഈ ക്രിസ്തുയേശുവിലുള്ളവരാണോ നിങ്ങൾ? ആണെങ്കിൽ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടി ക്രൂശിച്ചിട്ടുണ്ടോ? നമ്മുടെ ജഡസ്വഭാവം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല? ക്രൂശീകരിച്ചിട്ടില്ല. എന്നാൽ നമ്മുടെ ജഡസ്വഭാവങ്ങളെ അതിൻ്റെ എല്ലാ തലത്തിലും അതിനൊരുപാട് രാഗങ്ങളുണ്ട്. രാഗങ്ങൾ എന്ന് വെച്ചാൽ പാട്ടിൻ്റെ രാഗമല്ല, അതിൻ്റെ എന്താണ്? ഒരുപാട് നമ്മളെ സന്തോഷിപ്പിക്കുന്ന, നമ്മൾക്ക് ആനന്ദം തരുന്ന ഒരുപാട് വസ്തുതകൾ അല്ലെങ്കിൽ ഒരുപാട് തലങ്ങൾ അതിനുണ്ട്. അതിനൊക്കെ എന്ത് ചെയ്യണം? നാം കുഴിച്ചു മൂടണം. യേശുക്രിസ്തുവിനോട് കൂടെ ക്രൂശീകരിക്കും. പൊങ്ങി വരുന്ന ജഡസ്വഭാവങ്ങളെ നാം അമർച്ച ചെയ്യേണ്ടത്. അതിനെന്താണ് നമുക്ക് ചെയ്യാൻ തക്കോണം കഴിയുന്നത്? ആദാം ജഡീകനായിരുന്നു, ജഡപ്രകൃതിയിൽ ജനിച്ചവനാണ്, അല്ലെങ്കിൽ ജഡപ്രകൃതിയായി തീർന്നവനാണ്. എന്നാൽ നമ്മളെ ആ ജഡപ്രകൃതിയിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തു തന്റെ ആത്മപ്രകൃതി നമുക്ക് തരും. നമുക്ക് വിശുദ്ധ ജീവിതം നയിക്കുവാൻ ആവശ്യമായതെല്ലാം തരുന്നത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പരിശുദ്ധാത്മാവിൽ കൂടെയാണ്. ഗലാത്യലേഖനം തന്നെ 5:16-17 വാക്യം വായിക്കുമ്പോൾ, ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, എന്നാൽ നിങ്ങൾക്ക് ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയില്ല. ആത്മാവിനെ നിങ്ങൾ അനുസരിക്കുന്നു എങ്കിൽ ജഡത്തിന്റെ മോഹങ്ങൾ നിങ്ങൾക്ക് നിവർത്തിക്കുവാൻ തക്കോണം കഴിയുകയില്ല. 17 വാക്യത്തിൽ പറയുന്നു, ജഡാഭിലാഷം ആത്മാവിലും
ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു. ഇത് രണ്ടും പ്രതികൂലമാണ്. ജഡാഭിലാഷങ്ങൾ, ജഡത്തിന്റെ അഭിലാഷങ്ങളും ആത്മാവിന്റെ അഭിലാഷങ്ങളും വ്യത്യസ്തമാണ്. നന്മ ചെയ്യുവാനാണ്, സ്നേഹിക്കുവാനാണ് ആത്മാവ് നമ്മളോട് പറയുന്നതെങ്കിൽ ജഡം പറയുന്നത് ഇപ്പോൾ സ്നേഹിക്കേണ്ട, അത്രയും സ്നേഹിക്കേണ്ട, സ്നേഹിക്കേണ്ടെന്നൊരിക്കലും പറയുന്നില്ല. അത്രയും സ്നേഹിക്കേണ്ട, അത്രയും ക്ഷമിക്കേണ്ട, ഇച്ചിരി അവിടെ കുറച്ച് ബാക്കിയിട്ടേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കുറേയായി നമ്മളിലേക്ക് ജഡത്തിൻ്റെ അളവുകളെ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്തുകൊണ്ട് നമ്മളെ പാപത്തിലേക്ക് തള്ളിയിടുന്ന അവസ്ഥ. ജഡത്തിന്റെ പ്രവർത്തികൾ എന്തൊക്കെയാണ്? ദുർനടപ്പ് നമ്മളിപ്പോൾ വായിച്ചതൊക്കെ തന്നെ, അത് ഇവിടെയും ഒന്ന് ഗലാത്യ ലേഖനത്തിൽ പിന്നെയും പൗലോസ് ഒന്നുകൂടെ വിശദീകരിക്കുന്നു. അപ്പോൾ ആ പ്രകൃതിയിൽ നിന്ന് നമ്മൾ മാറേണ്ടതാണ്. ഇതെന്ത് ചെയ്യണം? കർത്താവിനെ സ്തുതിക്കുക വഴി മാത്രമേ നമുക്ക് ഈ ജഡാഭിലാഷത്തിനെ, ജഡത്തിൻ്റെ അഭിലാഷത്തെ നമുക്ക് അമർച്ച ചെയ്യുവാൻ തക്കോണം കഴിയുകയുള്ളൂ. നമ്മൾ അങ്ങനെ ചെയ്യുമ്പോഴാണ് പരിശുദ്ധാത്മാവ് നമ്മളിൽ പ്രവർത്തിക്കുന്നത്. അതിനുവേണ്ടി നാം തയ്യാറാണ്. എല്ലാറ്റിനും സ്തോത്രം ചെയ്യണം. അങ്ങോട്ട് പോയി ഇപ്പം ആ പടിയെ തട്ടി കർത്താവേ സ്തോത്രം. അപ്പം അങ്ങോട്ട് പോകുന്ന വഴിക്ക് ആരെങ്കിലും എന്തെങ്കിലും നമ്മളെ പറഞ്ഞാൽ കർത്താവേ സ്തോത്രം, ആഹാരം കിട്ടിയതിനായി സ്തോത്രം, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുക വഴി, നമ്മൾ ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുക വഴി, ദൈവവചനം വായിക്കുക വഴി, ദൈവവചനം കേൾക്കുക വഴി, ദൈവവചനം യഥാർത്ഥമായി അനുസരിക്കുക വഴി, ക്രിസ്തുയേശുവിന്റെ പാദങ്ങളെ പിന്തുടരുക വഴി, പരിശുദ്ധാത്മാവിനെ കൂടുതൽ പ്രാപിക്കുക വഴി മാത്രമേ നമുക്ക് ജഡത്തിന്റെ അഭിലാഷങ്ങളെ, ജഡത്തിന്റെ രാഗമോഹങ്ങളെ കുഴിച്ചു മൂടുവാൻ തക്കവണ്ണം നമുക്ക് കഴിയുകയുള്ളൂ. അത് നമ്മളല്ല ഒരു അർത്ഥത്തിൽ ചെയ്യുന്നത്, നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിനെ നാം കൂടുതൽ ആശ്രയിക്കണം. പരിശ്രമമല്ല ജഡത്തെ കീഴ്പ്പെടുത്തുവാൻ തക്കവണ്ണം നമുക്ക് ആവശ്യം ആശ്രയമാണ്. നമ്മൾ പരിശ്രമിച്ചാൽ ഒരിക്കലും ജഡത്തെ നമുക്ക് കീഴ്പ്പെടുത്തുവാൻ തക്കവണ്ണം കഴിയുകയില്ല. പരിശുദ്ധാത്മാവിനെ ആശ്രയിക്കുക, ആശ്രയം കൊണ്ടാണ് നമുക്ക് ഈ ജഡ സ്വഭാവത്തെ കീഴ്പ്പെടുത്തുവാൻ തക്കവണ്ണം കഴിയുകയുള്ളൂ. സ്വന്തം ശക്തിയാൽ ഒരിക്കലും ജഡത്തെ കീഴ്പ്പെടുത്തുവാൻ തക്കവണ്ണം നമുക്ക് കഴിയുകയില്ല. അതുകൊണ്ടാണ് ഗലാത്യ ലേഖനം നമ്മൾ ഇപ്പോൾ വായിച്ചത് ആ വാക്യത്തിലേക്ക് വരുമ്പോൾ ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, എന്നാൽ ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു. ആത്മാവിനെ അനുസരിച്ച്, ആത്മാവിനെ കുറിച്ച് നമുക്ക് പിന്നീട് ഒരു ദിവസം ചിന്തിക്കാം. ഇന്ന് ജഡത്തെക്കുറിച്ച് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ജഡം നമ്മുടെ ഉള്ളിൽ കടന്നു വരാതിരിക്കണം. ഈ ജഡം കടന്നു വരുമ്പോൾ ഈ ജഡത്തിന്റെ കൂട്ടുകാർ നമുക്ക് വരും. നമ്മുടെ ജഡത്തെ പ്രോത്സാഹിപ്പിക്കുന്ന കൂട്ടുകാർ കടന്നു വരും. ജഡത്തിന്റെ കാഴ്ചകൾ കടന്നു വരും, ജഡത്തിന്റെ സംസാരങ്ങൾ കടന്നു വരും, ജഡത്തിന്റെ ചിന്തകൾ കടന്നു വരും, ജഡത്തിന്റെ ചുവടുവെപ്പുകൾ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരും. അതിനെയൊക്കെ നാം എന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവ് കൊണ്ട് തരണം ചെയ്യേണ്ടത് ആവശ്യമാണ്. പരിശുദ്ധാത്മാവിനെ കൂടുതൽ പ്രാപിക്കുക, പ്രാർത്ഥിക്കുക, എല്ലാത്തിനും സ്തോത്രം ചെയ്യുക. ആത്മനിറവിന്റെ ആരാധനയിലേക്ക് നാം കടന്നു വരിക വഴി ജഡത്തെ അമർച്ച ചെയ്യുവാനും ജഡത്തെ അതിൻ്റെ അടക്കി നിർത്തുവാനും ജഡത്തിന്റെ രാഗമോഹങ്ങളെ തകർത്ത് കളയുവാൻ തക്കവണ്ണം നമുക്ക് കഴിയും. അത് നാം എത്രത്തോളം ചെയ്യണം? ഒന്നുകിൽ നമ്മുടെ മരണം വരെ, അല്ലെങ്കിൽ കർത്താവിന്റെ വരവ് വരെ നാം അത് ചെയ്തുകൊണ്ടേയിരിക്കണം. അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ നമുക്ക് ജഡാഭിലാഷങ്ങളെ തകർത്തുകൊണ്ട് നമുക്ക് മുന്നേറുവാൻ തക്കവണ്ണം കഴിയും. രക്ഷിക്കപ്പെട്ടവൻ പിശാചിന്റെ അടിമയല്ല, പക്ഷേ എപ്പോഴും അവൻ അവകാശവാദങ്ങൾ ഉന്നയിക്കും. അത് നാം വളരെ ശ്രദ്ധിക്കണം. നമ്മൾ ഒരാൾ രക്ഷിക്കപ്പെട്ടാൽ, വീണ്ടും ജനനം പ്രാപിച്ചാൽ ഒരാൾ ആത്മാ നിയന്ത്രണത്തിലേക്കായിത്തീരുക. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക വഴി രക്ഷിക്കപ്പെട്ട ഒരാളിലേക്ക് പരിശുദ്ധാത്മാവിനെ നാം ചോദിക്കുമ്പോൾ നമ്മളിലേക്ക് പരിശുദ്ധാത്മാവിനെ തരും. പിന്നീട് ആ നിയന്ത്രണത്തിലാണ് നാം ജീവിക്കുക. രക്ഷിക്കപ്പെടാത്ത, വീണ്ടും ജനിക്കാത്ത ഒരാൾക്ക് ആത്മാവിൽ ജീവിക്കുവാൻ കഴിയുകയില്ല. അങ്ങനെ ഇപ്പം നമ്മൾ രക്ഷിക്കപ്പെടാത്ത ഒരാൾ പള്ളി വന്ന് നമ്മൾ കൈ അടിക്കുമ്പോൾ 2 ഹല്ലേലൂയ സ്തോത്രമൊക്കെ പറഞ്ഞ് നല്ല തകർത്തെന്ന് പറഞ്ഞാലും നമ്മുടെ വിചാരം എന്ത് ചെയ്യുക? നമ്മൾ ആത്മാവിലാണെന്നാണ്. പക്ഷെ ആത്മാവിലല്ല. ജഡം നമ്മളെ ആത്മാവാണെന്ന് നമ്മളെ തെറ്റിദ്ധരിപ്പിച്ച് നമ്മൾ ഹല്ലേലൂയ സ്തോത്രമൊക്കെ പറയുന്നതേ ഉള്ളൂ. തീർത്തും ജഡമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പള്ളി വന്നിരുന്ന് നമ്മൾ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാൽ, പ്രസംഗിക്കുക വരെ ചെയ്തെന്ന് പറഞ്ഞാലും ആത്മസ്വഭാവത്തിലേക്ക് വരികയില്ല. ആത്മസ്വഭാവത്തിന് ആദ്യം ചെയ്യേണ്ടത് വീണ്ടും ജനിക്കുക എന്നുള്ളത്. വീണ്ടും ജനിച്ചവരിലേക്ക് മാത്രമേ പരിശുദ്ധാത്മാവിനെ ദൈവം തരുകയുള്ളൂ. വീണ്ടും ജനിക്കാത്ത ആർക്കെങ്കിലും പരിശുദ്ധാത്മാവിന്റെ ആ ഒരു തോന്നലുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത്
ദൈവം തന്നതല്ല. ജഡം നമ്മളെ കൊണ്ട് നീ കാണിക്കുന്നതൊക്കെ പരിശുദ്ധാത്മാവാണെന്നും പറഞ്ഞ് നമ്മളെ തോന്നിപ്പിക്കുന്നതാണ് എന്നുള്ളൊരു കാര്യം കൂടെ നാം മനസ്സിലാക്കണം. ഏലിയുടെ പുത്രന്മാർ ആരാധനാലയത്തിലായിരുന്നു, പക്ഷെ എന്തില്ലായിരുന്നു? ആത്മാവില്ലായിരുന്നു, ജഡീകരായി. നമ്മളെല്ലാവരും ആലയത്തിൽ ആണ് നിൽക്കുന്നതെങ്കിലും നമ്മൾ ആത്മാവില്ലാത്തവരായി പോകരുത്, ജഡീകന്മാരായി പോകരുത്, ആത്മനിറവുള്ളവരായി. ഹല്ലേലൂയ. ജഡാഭിലാഷങ്ങൾക്കെതിരെ ആത്മാഭിലാഷങ്ങളെ പ്രാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. കേൾക്കുന്ന വചനം ഒഴുകിപ്പോകാതെ വണ്ണം അത് ജീവനായി പരിണമിക്കുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കട്ടെ. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം.